നമസ്കാരം. ഫലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ നിരോധിക്കാനൊരുങ്ങി ബ്രിട്ടൻ. കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ ഒരു നടപടിയുടെ പേരിലാണ് ഇപ്പോൾ ഇത്രയും കർശനമായ തീരുമാനമെടുക്കാൻ ബ്രിട്ടൻ ഒരുങ്ങിയിരിക്കുന്നത്. ബ്രിട്ടനിലെ റോയൽ എയർഫോഴ്സിൻ്റെ ആസ്ഥാനത്തേക്ക് കടന്നു കയറി അവിടെ ഉണ്ടായിരുന്ന 2 വിമാനങ്ങളുടെ എഞ്ചിനുകളിൽ ഇവർ ചുവന്ന നിറത്തിലുള്ള പെയിൻറ്റ് സ്പ്രേ ചെയ്യുകയായിരുന്നു. എങ്ങനെയാണ് ഇവർ ഇതിനകത്തേക്ക് കടന്നു കയറിയതെന്ന കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. 2 ഇലക്ട്രിക് സ്കൂട്ടറുകളായിട്ടാണ് ഇവർ ഈ റൺവേയിലേക്ക് പാഞ്ഞു വന്നതും തുടർന്ന് ഈ വിമാനങ്ങളുടെ എഞ്ചിനുകളിലേക്ക് ഇവർ ഈ ചുവന്ന പെയിൻറ്റ് സ്പ്രേ ചെയ്തതും. ഇവർ പെയിൻറ്റ് സ്പ്രേ ചെയ്യുന്നതിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ രൂപമാറ്റം വരുത്തിയ അഗ്നിശമന ഉപകരണങ്ങളാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ഭീകരവിരുദ്ധ സേന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം ഈ സംഘടന ആരോപിക്കുന്നത് വംശഹത്യ തടയുന്നതിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടുവെന്നാണ്. ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങളിൽ ബ്രിട്ടൻ ഇസ്രായേലിൻ്റെ പക്ഷം ചേരുന്നു എന്നുള്ള ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ സംഘടന ഇത്തരത്തിലുള്ള ഒരു കടും നടപടി സ്വീകരിച്ചത് എന്ന് വേണം കരുതാൻ. ഓക്സ്ഫോർഡ്ഷയറുള്ള ഈ വ്യോമസേന താവളത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. ബ്രിട്ടനിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ VVIPകളൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. അവിടേക്ക് അതിക്രമിച്ച് കയറിയാണ് ഇവർ ഇത്തരത്തിൽ വിമാനത്തിൽ പെയിൻറ്റ് അടിച്ചിരിക്കുന്നത്. ഏതായാലും ഇത് വലിയൊരു വിവാദത്തിലേക്ക് ചെന്നെത്തിയിരുന്നു. ബ്രിട്ടനിലെ പാർലമെൻറ്റ് കൂടി അനുമതി ലഭിച്ചാൽ ഈ സംഘടന അടിയന്തരമായി തന്നെ നിരോധിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഈ സംഘടനയിൽ പ്രവർത്തിക്കുകയോ ഇതിന് സഹായം ചെയ്യുകയോ ചെയ്താൽ അവർക്ക് 14 വർഷം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ ഈ സംഘടനയെ നിരോധിക്കുന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഈ സംഘടന ഇസ്രായേലിന് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സ്ഥാപനം അടിച്ചു തകർത്തിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളും ഇവർ പുറത്തുവിട്ടിരുന്നു. തങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ എല്ലാം തന്നെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇവരുടെ സ്ഥിരം രീതി കൂടിയാണ്. 2000 നിലവിൽ വന്ന ഒരു നിയമപ്രകാരം ഏതാണ്ട് 81ഓളം സംഘടനകളെ ബ്രിട്ടനിൽ നിരോധിച്ചിട്ടുണ്ട്. ഇനി മുതൽ അത് 82 സംഘടനയാവുകയാണ്. ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമി ഉൾപ്പെടെയുള്ള മറ്റ് ചില സംഘടനകളെ നേരത്തെ തന്നെ രാജ്യത്ത് നിരോധിച്ചിരുന്നു. ഏതായാലും സംഘടനാ പ്രവർത്തകർ അതിക്രമിച്ച് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനത്താവളത്തിൽ കടന്നു കയറിയത് വലിയ കുറ്റമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത്. മാത്രമല്ല ചില വിമാനങ്ങൾക്ക് ഇവർ കേടുപാടുകൾ വരുത്താൻ ശ്രമിച്ചതായും പറയപ്പെടുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ഉപകരണങ്ങൾ തന്നെ എടുത്ത് വിമാനത്തിൽ മറ്റും ഇവർ അടിക്കുകയും മറ്റും ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ഏതായാലും ദൃശ്യങ്ങളിൽ കാണപ്പെടുന്ന വ്യക്തികൾ ആരാണെന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. ഇവരാരാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അമേരിക്കയിലെ പോലെ തന്നെ ഫലസ്തീൻ അനുകൂല നിലപാടുള്ള സംഘടനകളൊക്കെ തന്നെ കൂടുതൽ അക്രമങ്ങളിലേക്ക് നീങ്ങുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്ന നിലപാടിലാണ് ബ്രിട്ടൻ.